എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലാണോ അതോ പഠിക്കുന്നതിൻ്റെ തിരക്കിലാണോ? ഈ ക്രിസ്മസ് ചൂടും പരീക്ഷാ ചൂടും ഒക്കെ ഒന്നിച്ചായിപ്പോയല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ 15 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്താലോ? എപ്പോഴത്തെയും പോലെ തന്നെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഒന്നാമത്തെ ചോദ്യം, RPWD ആക്ട് 2016 റീപ്ലേസ് വിച്ച് ആക്ട്? RPWD ആക്ട് 2016 എന്ന് പറയുന്നത് ഏത് ആക്ടിന് പകരമായിട്ട് വന്നതാണ്? ഏതാണ് ആൻസർ? PWD ആക്ട് 1995 പകരം വന്നതാണ് RPWD ആക്ട് 2016. രണ്ടാമത്തെ ചോദ്യം, ഐഡൻറ്റിറ്റി ആൻഡ് ദ ലൈഫ് സൈക്കിൾ ഇത് ആരുടെ പുസ്തകമാണ്? ആരുടെ പുസ്തകമാണ്? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആലോചിച്ചാൽ മതി. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പദം കാണുമ്പോഴേ എറിക്സന്റെ പേര് ആലോചിച്ചോണം. ഓപ്ഷൻ എ. ഡ്യൂറിങ് ദ ഫാളിക് സ്റ്റേജ് വാട്ട് മേ ഡെവലപ്പ്? ഫാളിക് സ്റ്റേജിൽ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആണ് ഈ സ്റ്റേജസ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഈ സ്റ്റേജസ്, ഈ 5 സ്റ്റേജസും മിക്കവാറും ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ മലയാളം വേർഡ് അവിടെ എഴുതാഞ്ഞത്. എന്നാലും മലയാളം വേർഡ് കൂടെ പറഞ്ഞുതരാം. ഫാളിക് സ്റ്റേജ് എന്ന് പറയുന്നത് ലിംഗഘട്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഈഡിപ്പസ് കോംപ്ലക്സ് ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് അവർ അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് നമ്മുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുടെ കലവറ? ഏതാണ്? ഇതാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിറക്റ്റ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് നേരിട്ടുള്ള സമായോജന രീതി? എന്താണ് ആൻസർ? കിട്ടിയായിരുന്നോ അതോ തെറ്റിച്ചോ? ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോൾസ്. അപ്പം നമുക്ക് നോക്കാം. ഡിറക്റ്റ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങൾ മാറ്റി സ്ഥാപിക്കൽ. അക്സെപ്റ്റിംഗ് റിയാലിറ്റി, യാഥാർത്ഥ്യം അംഗീകരിക്കൽ. അനലൈസിങ് പ്രോബ്ലം സിറ്റുവേഷൻ, പ്രശ്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. ഡൈവേർജിങ് വൺസ് ഇൻട്രസ്റ്റ്, ഒരാളുടെ താല്പര്യം വ്യതിചലിപ്പിക്കുക. അപ്പോൾ ഇത് 4 ഡിറക്റ്റ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു വെച്ചേരാം കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഒറിജിനൽ സോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ റിസർവോയർ ഓഫ് സൈക്കിക് എനർജി? അതായത് വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥ ഉറവിടവും മാനസിക ഊർജത്തിൻ്റെ സംഭരണിയും താഴെ പറയുന്നതിൽ ഏതാണ്? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇത്. ബാലൻസ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബാലൻസ് ആണ്? ഏതാണ് ആൻസർ? ആരൊക്കെ തമ്മിലുള്ള ബാലൻസ് ആണ്? ഇതും സൂപ്പർ ഈഗോയും. ദ ബാലൻസ് ബിറ്റ്വീൻ ഇത് ആൻഡ് ദ സൂപ്പർ ഈഗോ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് എ മോറൽ പ്രിൻസിപ്പിൾ ഓഫ് ദ ഫ്രോയിഡിയൻ പേഴ്സണാലിറ്റി സ്ട്രക്ചർ? താഴെ പറയുന്നതിൽ ഫ്രോയിഡിൻ്റെ ധാർമ്മിക തത്വമായ വ്യക്തിത്വ ഘടന ഏതാണ്? ഏതാണ് ആൻസർ? അവിടെ നമ്മൾ മോറൽ പ്രിൻസിപ്പിൾ എന്ന് കണ്ടു അല്ലേ. അപ്പോൾ സൂപ്പർ ഈഗോ ആണ്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് കണ്ടിരുന്നെങ്കിൽ ഇതാണ്. റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് കണ്ടാൽ ഈഗോ ആണ്. അടുത്ത ചോദ്യം, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡിഫെൻസ് മെക്കാനിസം ഈസ്? സമായോജന തന്ത്രത്തിൽ പെടുന്നത് ഏതാണ്? ഏതാണ്? റിപ്രഷൻ ആണ്. ഓപ്ഷൻ സി. Which of the following excludes painful stimuli from awareness?
ഇനി പറയുന്നതിൽ ഏതാണ് അവബോധത്തിൽ നിന്നുള്ള വേദനാജനകത്തെ ഒഴിവാക്കുന്നത്? എന്താണ് പെയിൻഫുൾ എക്സ്പീരിയൻസും നമുക്ക് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പൂഴ്ത്തി വെക്കാറില്ലേ? അത് ഓപ്ഷൻ എ ആണ്, റിപ്രഷൻ അല്ലെങ്കിൽ ദമനം. ഗീവ് മീ എ ഡസൻ ഹെൽത്തി ഇൻഫാൻസ്, ഐ വിൽ ട്രെയിൻ ദം ടു ബിക്കം എനി ടൈപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ്, ദീസ് ആർ ദ വേർഡ്സ് ഓഫ്. എനിക്കൊരു ഡസൻ ആരോഗ്യമുള്ള കുട്ടികളെ തരിക, ഞാൻ അവരെ വിദഗ്ധരായിട്ട് വളർത്തിക്കൊണ്ടുവരാം. ഇതൊരു ഫേമസ് വേർഡ്സ് ആണ്. ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ഓപ്ഷൻ ബി ആണ്, വാട്സൺ. എക്സ്പാൻഡ് ചെയ്യാനാണ് WAIS. എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വെക്സ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ. അപ്പോൾ ആ പൂർണ്ണ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അഡൽട്ടിൻ്റെ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേവിഡ് വെക്സ്ലർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തിയ ഒരു സ്കെയിലാണ് ഈ പറയുന്ന വെക്സ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ. ദി സെക്കൻഡ് വേവ് ഇൻ സൈക്കോളജി ഈസ് കോൾഡ്, മനഃശാസ്ത്രത്തിൻ്റെ രണ്ടാം തരംഗമായി വിശേഷിപ്പിക്കുന്നത്. മനഃശാസ്ത്രത്തിലെ രണ്ടാം തരംഗമായിട്ട് വിശേഷിപ്പിക്കുന്നത് പരീക്ഷാ ഭവൻ്റെ ആൻസർ അനുസരിച്ച് ഓപ്ഷൻ ബി ഹ്യൂമനിസം ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിനേറ്റൽ കോസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി വെൻ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പീരീഡ് വിത്തൗട്ട് ഓക്സിജൻ ഡ്യൂറിങ് ഓർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി. അതായത് പ്രസവ സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിവൈകല്യത്തെ പറയുന്ന പേരാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഓപ്ഷനിൽ നമുക്കൊരു ഐഡിയ കിട്ടും. കാരണം ന്യൂമോണിയയും ഓട്ടിസവും സ്ലീപ്പ് അപ്നിയ എന്ന് വെച്ചാൽ കൂർക്കം വലി എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്, അനോക്സിയ. അടുത്ത ചോദ്യം, നമ്മുടെ താറാവിൻ്റെ പിള്ളേരുണ്ടല്ലോ, അതിൻ്റെ അമ്മ എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? അതൊരു ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് കേട്ടോ. അതിനെ പറയുന്ന പേരാണ് ഇംപ്രിൻറ്റിങ് അല്ലെങ്കിൽ മുദ്രണം.